ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ 2 ക്ലാസ്സാണ് തോന്നുന്നുണ്ട് ജസ്റ്റ് എടുത്തത് അല്ലേ? അതിൽ നമ്മൾ ലാസ്റ്റ് ജേണൽ എൻട്രി, അതെ, യൂണിറ്റ് 1 തിയറി പോർഷനാണ്. യൂണിറ്റ് 2 ആണ് ജേണൽ എൻട്രി വരുന്നത്. ആ ജേണൽ എൻട്രി നമ്മൾ ശരിക്കും ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. പുറത്തുനിന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടെ നമ്മളൊരു വലിയ ക്വസ്റ്റ്യൻ ജേണലൈസ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. അത് സിമ്പിളാണ്, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇനി അതിൽ എന്തെങ്കിലും ജേണലിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി നമ്മൾ അടുത്തത് ലെഡ്ജറിലേക്ക് പോവുകയാണ്. ലെഡ്ജറിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാപ്റ്ററിൽ തന്നെ പറയാനുള്ള 1-2 കാര്യങ്ങൾ കൂടെ ഉണ്ട്. അത് സബ്സിഡിയറി ബുക്സ് ആണ്. അപ്പോൾ നമ്മൾ കഴിയുന്നതും നോട്ട്സ് എഴുതലൊക്കെ ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് തന്നെ ബേസ് ചെയ്തിട്ട് പോവാം. തിയറി പോർഷൻ ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നോക്കാം. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ അയച്ചു തരുന്നുണ്ട്. യൂണിറ്റ് വൈസ് ആയിട്ടുള്ള ഒരു ചെറിയൊരു നോട്ട്, അക്കൗണ്ടൻസിൽ നമുക്ക് നോട്ട് അങ്ങനെ തരാൻ പറ്റുള്ളൂ, അതുകൂടെ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന തിയറിയൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ലാസ്റ്റ് നമുക്ക് ഇതെല്ലാം കൂടെ ഇന്ന് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഒരു നോട്ട് ആക്കിയാൽ മതി. അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് എന്താ പറയുക, തിയറി പോർഷനൊക്കെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോകും കേട്ടോ. നമുക്ക് പെട്ടെന്ന് പ്രോബ്ലം തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2 പേര് ജോയിൻ ചെയ്തിട്ടുള്ളൂ അല്ലേ? ഓക്കെ. ഇന്നത്തെ ടോപ്പിക്ക് വരുന്നത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കാണാം. പേജ് നമ്പർ 27 സബ്സിഡിയറി ബുക്സ് എന്ന് കാണാം. സബ്സിഡിയറി ബുക്സ്, നമ്മൾ ജേണൽ എൻട്രി കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് സബ്സിഡിയറി ബുക്സ് ആണ്. എന്താണ് സബ്സിഡിയറി ബുക്സ്? സബ്സിഡിയറി ബുക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൾസോ നോൺ ആസ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഓർ സ്പെഷ്യൽ ജേണൽസ്. നമ്മൾ സാധാരണ എഴുതുന്ന ജേണൽ എൻട്രി ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്. അതായത് ആദ്യം നമ്മൾ എഴുതുന്ന ഒരു ബിസിനസ്സിൽ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ആദ്യം നമ്മൾ രേഖപ്പെടുത്തുന്ന ബുക്ക്, അതിൻ്റെ തന്നെ വേറൊരു ഡിവിഷനാണ്, വേറൊരു ടൈപ്പാണ് സബ്സിഡിയറി ബുക്ക്. ഇതൊരു സെക്കൻഡ് ജേണൽ എന്നൊക്കെ പറയാം. അതായത് ചില ജേണൽ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം എടുത്തു വെക്കും. അതായത് നമ്മൾ സാധാരണ എഴുതുന്ന എൻട്രീസ് എഴുതുന്നതിന് പുറമെ വേറൊരു ജേണൽ കീപ്പ് ചെയ്യുന്നു. ഇതിനെ തന്നെ ജനറൽ ലെഡ്ജർ എന്നും പറയും. അപ്പം അത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു 2ാം ബുക്കാണ്, സബ്സിഡിയറി ബുക്കാണ്. 1ാമത്തെ ബുക്ക് ജേണൽ എൻട്രി ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. സബ്സിഡിയറി ബുക്കിൽ തന്നെ എന്തൊക്കെ വരും? ക്യാഷ് ബുക്ക്. ഇപ്പം അക്കൗണ്ടൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, ജേണൽ എൻട്രി ഒന്നും നമ്മൾ സാധാരണ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഈ പറഞ്ഞ പോലെ ബാങ്ക് അക്കൗണ്ട് അറ്റാച്ച് ടു ക്യാഷ് എന്നോ അങ്ങനെയൊന്നും ജേണൽ എൻട്രി എഴുതുന്നില്ല, ാണ് ചെയ്യുക. അത് ജേണലിന് പകരമാണ്. എന്താണെന്നൊക്കെ പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. ക്യാഷ് ബുക്ക്, ക്യാഷ് ട്രാൻസാക്ഷൻ എഴുതാൻ വേണ്ടി വെക്കുന്നത്. പർച്ചേസ് ധാരാളമായിട്ട് ഈ പറഞ്ഞ ഇടപാടുകൾ ധാരാളം വരുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക ബുക്ക് കീപ്പ് ചെയ്യും. ഇപ്പൊ ക്യാഷിന്റെ ട്രാൻസാക്ഷൻ ധാരാളം വരുന്നുണ്ടെങ്കിൽ ഒരു ക്യാഷ് ബുക്ക് തന്നെ കീപ്പ് ചെയ്യും. പർച്ചേസ് ധാരാളം വരുന്നുണ്ടെങ്കിൽ പർച്ചേസ് ബുക്ക് കീപ്പ് ചെയ്യും. സെയിൽസ് ബുക്ക് സെയിൽസിന്റെ കാര്യങ്ങൾ മാത്രം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യും. പിന്നെ പർച്ചേസും സെയിൽസും ധാരാളം നടക്കുമ്പോൾ അതിന്റെ റിട്ടേൺസും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനു വേണ്ടി പ്രത്യേകം ബുക്ക് കീപ്പ് ചെയ്യാം. ബിൽസ് റിസീവബിൾ, കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതും, പേയബിൾ, അതിന് വേണ്ടിയിട്ട് പ്രത്യേക ബുക്ക് നമ്മൾ കീപ്പ് ചെയ്യും. ദെൻ ജേണൽ പ്രോപ്പർ, ഇതിനൊക്കെ എക്സ്പ്ലനേഷൻ ഉണ്ട്. എക്സ്പ്ലനേഷൻ ഞാൻ നിങ്ങൾക്ക് അയച്ചതുണ്ട്. ക്യാഷ് ബുക്ക് ജേണൽ പോലെ തന്നെ നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു ബുക്കാണ് ക്യാഷ് ബുക്ക്. ഞാൻ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാനിത് ഇട്ട് തരാം കേട്ടോ. നിങ്ങൾ അപ്പം നോട്ട് ചെയ്താൽ മതി. ജസ്റ്റ് ഒരു നമ്മുടെ ജേണലിൻ്റെ ഇപ്പം നിങ്ങൾ ജേണൽ എഴുതിയല്ലോ, ജേണൽ എഴുതിയതിൻ്റെ ശേഷം ഒരു 2 പേജ് ഒഴിവാക്കിയിട്ടുള്ളൂ. അവിടേക്ക് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട് വാട്സപ്പിലേക്ക്. നിങ്ങളത് എഴുതിയെടുക്കുക. ജേണലിന് ശേഷം നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്, ലെഡ്ജർ. ആ ഒരു യൂണിറ്റ് ഒന്ന് ഫിനിഷ് ചെയ്യണം. സോ ക്യാഷ് ബുക്ക് ഉണ്ട്. ക്യാഷ് ബുക്ക് തന്നെ പല ടൈപ്പ് ഉണ്ട്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഉണ്ട്, 2 കോളം ക്യാഷ് ബുക്ക് ഉണ്ട്, 3 കോളം ക്യാഷ് ബുക്ക് ഉണ്ട്. ഇത് മാനുവൽ ആയിട്ട് അക്കൗണ്ടിങ് പഠിക്കുന്നവർക്കൊക്കെ ഇത് പെട്ടെന്ന് മനസ്സിലാവും.
2 കോളം യൂസ് ചെയ്യുന്നത് എന്തിനാണ്? അപ്പൊ ബാങ്കിൽ ക്യാഷ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഒരു കോളം ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതും. അപ്പൊ 2 കോളം ക്യാഷ് ബുക്ക് നമ്മൾ എഴുതും. ചില സമയത്ത് 3 കോളം ക്യാഷ് ബുക്കും എഴുതാൻ നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട്. ഇത് സബ്സിഡിയറി ബുക്കാണ്. ജേണൽ എൻട്രിക്ക് പുറമെ നമ്മൾ കീപ്പ് ചെയ്യുന്ന ബുക്കാണ്. ദെൻ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞൊരു ഒരു ക്യാഷ് ബുക്ക് ഉണ്ട്. അത് എന്തിനാണ്? പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ദൈനംദിന ചെലവുകൾ മാത്രം എഴുതി വെക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബുക്കാണ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഇതാണ് ക്യാഷ് ബുക്ക്. പിന്നെ പർച്ചേസ് ബുക്ക് ഉണ്ട്. അത് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, പർച്ചേസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെയിൽസ് ബുക്ക് ഉണ്ട്. അത് സെയിൽസ് ബുക്ക്, അത് record all credit sales of goods. Cash sales are recorded in the cash book. It does not record the sales of asset or credit. സെയിൽസ് ആണെങ്കിലും പർച്ചേസ് ആണെങ്കിലും കടത്തിന് കൊടുക്കുമ്പോൾ മാത്രമേ നമ്മുടെ ബുക്കിൽ എഴുതി വെക്കേണ്ട കാര്യമുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ? കടത്തിന് കൊടുക്കുമ്പോൾ മാത്രമേ അയാളുടെ പേര് നമുക്ക് ആവശ്യമുള്ളൂ. അയാളുടെ പേര് എഴുതി വെക്കണം. അയാളുടെ അയാൾക്കൊരു അക്കൗണ്ട് ഇവിടെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഭാവിയിൽ നമ്മൾ അയാളുമായി ഇടപെടണം. അത് കടമുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വിറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞു. സോ സെയിൽസ് ബുക്കും പർച്ചേസ് ബുക്കും ഉണ്ടാക്കുന്നത് ക്രെഡിറ്റ് സെയിൽസോ ക്രെഡിറ്റ് പർച്ചേസോ ഉണ്ടാകുമ്പോഴാണ്. പർച്ചേസ് റിട്ടേൺ ബുക്ക് ഉണ്ട്, അതേപോലെ തന്നെ സെയിൽസ് റിട്ടേൺ ബുക്കും ഉണ്ട് കേട്ടോ. ഓക്കെ. ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക്, മീനിങ് ഞാൻ അയച്ചുതരാം, ഇപ്പം നിങ്ങൾ എഴുതാമെന്ന് സമയം കളയണ്ട. ദെൻ ജേണൽ പ്രോപ്പർ. Journal proper are also known as general journal or miscellaneous journal. ജേണലിന്റെ കൂടെ തന്നെ ചിലപ്പോൾ കീപ്പ് ചെയ്യേണ്ടി വരുന്ന മറ്റൊരു ബുക്കാണ് ജേണൽ പ്രോപ്പർ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സബ്സിഡിയറി ബുക്സ് യൂസ്ഡ് ടു റെക്കോർഡ് ട്രാൻസാക്ഷൻ ദാറ്റ് ഡു നോട്ട് ഫിറ്റ് ഇൻ ടു ദി എനി അതർ സ്പെഷ്യലൈസ്ഡ് സബ്സിഡിയറി ബുക്ക്. ഇപ്പൊ നമ്മൾ മുകളിൽ പറഞ്ഞ ഒരുപാട് സബ്സിഡിയറി ബുക്സ് ഉണ്ട്. അതിലൊന്നും നമുക്ക് എഴുതാൻ പറ്റാത്ത ചില ട്രാൻസാക്ഷൻ ജനറൽ ജേണലിൽ എഴുതാം, അല്ലെങ്കിൽ മിസലേനിയസ് ജേണലിൽ നമുക്ക് എഴുതി വെക്കാം. അപ്പോൾ അങ്ങനെ ഒരു ജേണൽ കൂടി ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജേണലിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങളോട് കൂടി നമ്മുടെ ജേണൽ അവിടെ അവസാനിക്കുന്നു. ജേണൽ എൻട്രി നിങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ 1-2 പ്രോബ്ലംസ് അതിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് യൂണിറ്റിലേക്ക് കടക്കാം. യൂണിറ്റ് 3 ലെഡ്ജർ. എന്താണ് ലെഡ്ജർ? ലെഡ്ജർ എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒന്ന് ജസ്റ്റ് ഇന്ററാക്റ്റീവ് ആവോ നിങ്ങൾ? ലെഡ്ജർ എന്താണ്? ജേണൽ എഴുതിയതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ബുക്ക്, അത് 2ാമത്തെ ബുക്കാണ് ലെഡ്ജർ. ജേണലിൽ എഴുതി വെച്ചിട്ടുള്ള ട്രാൻസാക്ഷനെ പോസ്റ്റ് ചെയ്യുക എന്നാണ് നമ്മൾ പറയാം. ജേണലിൽ എടുത്തിട്ട് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യും. ബിസിനസ്സിലെ അക്കൗണ്ടിങ് പ്രവർത്തനങ്ങൾ ഘട്ടങ്ങളായിട്ടാണ് വരിക. അതിൽ ആദ്യത്തെ ഘട്ടമാണ് ജേണൽ എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ ഒരു റെസീറ്റ് ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പേയ്മെന്റ് ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ, വൗച്ചർ കിട്ടിക്കഴിഞ്ഞാൽ, അത് നമ്മൾ കമ്പനിയുടെ ഔദ്യോഗികമായ ബുക്ക്, അതിലെ ഫസ്റ്റ് ബുക്കായ ജേണൽ എഴുതും. എന്നിട്ട് ലെഡ്ജറിലേക്ക് നമ്മൾ എങ്ങനെയാണ് മാറ്റുക? ഒരേ തരത്തിൽ വരുന്ന ഒരേ തരത്തിൽ വരുന്ന എൻട്രികളെ വേറെ ഒരു കോളം, ഒരേ തരത്തിൽ വരുന്ന എൻട്രികൾ എഴുതാൻ വേണ്ടി നമ്മൾ സെപ്പറേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് മാറ്റും. അതിനാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയാം. അതിന്റെ ആവശ്യമൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ലെഡ്ജർ ഇസ് എ ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് റെക്കോർഡ്സ് that serve as the main book of accounts of a business or individual. It is a systematically categorizes, അതാണ് അവിടുത്തെ പ്രത്യേകത. ഒരു പ്രത്യേക രൂപത്തിൽ കാറ്റഗറൈസ് ചെയ്യും ആൻഡ് സമ്മറൈസ് ആൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. കാറ്റഗറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഒരേ കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങളെ നമ്മൾ ഒരു സ്ഥലത്ത് മാറ്റിയിടുക. ഇപ്പൊ ജേണലിൽ നോക്കുമ്പോൾ ഒരുപാട് ട്രാൻസാക്ഷൻ കാണും. അതിൽ ക്യാഷ് തന്നതുണ്ടാവും, കടത്തിന് കൊടുത്തതുണ്ടാകും, വാങ്ങിയതുണ്ടാകും, റെന്റ് കൊടുത്തതുണ്ടാകും. അങ്ങനെ അതില് എല്ലാ മാസവും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന ചില കാര്യങ്ങളാണല്ലോ റെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റെന്റ് മാത്രം എടുത്തിട്ട്, ഒരു വർഷത്തെ റെന്റ് മാത്രം എടുത്തിട്ട് വേറൊരു സ്ഥലത്ത് എഴുതി വെക്കുക. അതിനാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയുക. അപ്പൊ ലെഡ്ജർ എന്ന് പറയുന്നത്
ഡാറ്റയെ സിസ്റ്റമാറ്റിക്കലി കാറ്റഗറൈസസ് ആൻഡ് സമ്മറൈസ് അതിനെ ഒന്നിച്ച് എഴുതിയിട്ട് അതിനെ കണക്കൂട്ടി വെക്കും. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ പ്രൊവൈഡിങ് ഡീറ്റെയിൽഡ് ഹിസ്റ്ററി ഓഫ് ചേഞ്ചസ് ഓഫ് സ്പെസിഫിക് അക്കൗണ്ട്. ആ ഒരു സംഗതിയിലെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി റെന്റ് കൊടുത്തത്, ഒരു വർഷം നമ്മൾ എത്ര റെന്റ് കൊടുത്തു എന്ന് ജേണലിൽ നോക്കിയാൽ മനസ്സിലാവില്ല. പക്ഷെ ലെഡ്ജറിൽ നോക്കിയാൽ ഡേറ്റ് തൊട്ട് റെന്റ് മാത്രമേ അവിടെ കാണുള്ളൂ. ഇന്ന മാസം എത്ര കൊടുത്തു എന്നുള്ളത് കാണാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ലെഡ്ജർ ഉണ്ടാക്കുന്നത്. സോ ലെഡ്ജർ വളരെ പ്രധാനപ്പെട്ട ഒരു ബുക്സ് തന്നെയാണ്. ലെഡ്ജർ നമ്മൾ ചെയ്യുന്നത് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരേ തരത്തിലുള്ള ഡാറ്റകൾ നമുക്ക് ഒരു സ്ഥലത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലെഡ്ജർ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. വെയിറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ലെഡ്ജർ എന്താണെന്ന് മനസ്സിലായി. ലെഡ്ജർ പോസ്റ്റ് ചെയ്യുന്നതിനുള്ള ഇതൊന്നും നിങ്ങൾ നോട്ട് ചെയ്യണമെന്നില്ല കേട്ടോ. എങ്ങനെയാണ് ലെഡ്ജർ പോസ്റ്റ് ചെയ്യുക അതൊക്കെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് തന്നെ പഠിക്കാം, എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യാന്നുള്ളത്. ദെൻ ഇത് നിങ്ങൾ ആദ്യം ഹെഡിങ് കൊടുക്കണം. ലെഡ്ജർ ഹെഡിങ് കൊടുക്കണം കേട്ടോ. ലെഡ്ജർ എന്ന് ആദ്യം യൂണിറ്റ് 3 ലെഡ്ജർ എന്ന് ഹെഡിങ് കൊടുക്കുക. ഒരു 2 പേജ് വിട്ടിട്ട് വേണം എഴുതാൻ. യൂണിറ്റ് 3 ലെഡ്ജർ, കാരണം കഴിഞ്ഞ ചാപ്റ്ററിൽ ഇത്തിരി തിയറി നമുക്ക് എഴുതാനുണ്ട്. യൂണിറ്റ് 3 ലെഡ്ജർ. മീനിങ് ഒന്നും എഴുതണ്ട, മീനിങ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും, അത് നോക്കിയാൽ മതി. ഹെഡിങ് എഴുതിയോ? ലെഡ്ജറിന് ഹെഡിങ് എഴുതിയോ? ലെഡ്ജറിന് ഹെഡിങ് എഴുതിയെങ്കിൽ ഫോർമാറ്റ് ഓഫ് ലെഡ്ജർ എന്ന് പറഞ്ഞിട്ട് ഈ സംഗതി എഴുതുക. ഒരു ഫോർമാറ്റ് ജസ്റ്റ് ഒന്ന് വരച്ചു വെക്കുക. ഫോർമാറ്റ് ഓഫ് ലെഡ്ജർ. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF, എമൗണ്ട്, ദെൻ അത് റിപ്പീറ്റ് ചെയ്യും. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF, എമൗണ്ട്. ജേണൽ ഫോളിയാണ് JF. ഫോർമാറ്റ് ഒന്ന് വരച്ചു കഴിഞ്ഞാൽ പറയുന്നു കേട്ടോ, അതൊന്ന് പറഞ്ഞോളൂ. ശിജീഷ് വരച്ചു കഴിഞ്ഞോ? ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ് വരുന്നത്. നമുക്ക് പ്രോസസ് ഓഫ് പോസ്റ്റിംഗ് ലെഡ്ജർ അത് ജസ്റ്റ് ഞാൻ ചുമ്മാ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ട്രാൻസാക്ഷൻ ആർ ഇനീഷ്യലി റെക്കോർഡ് ഇൻ എ ജേണൽ ആഫ്റ്റർ ബീങ് കാറ്റഗറൈസ് ബീങ് ജേണലൈസ്ഡ് ദ ട്രാൻസാക്ഷൻ ആർ പോസ്റ്റഡ് റെലവൻറ്റ് അക്കൗണ്ട്സ് ഇൻ ദി ലെഡ്ജർ. നമ്മൾ ജേണലിൽ എഴുതിയതിനെ ഒരേ തരത്തിൽ വരുന്നതിനെ അതിൻ്റെതായ പ്രോപ്പർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് മാറ്റുക. ആ പണിയാണ് നമ്മൾ ലെഡ്ജറിൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതാം. From the following particulars, prepare journal and post them in ledger. From the following particulars, prepare journal and post them in ledger. നമുക്ക് ജേണൽ കൂടെ എഴുതണം. ചെറിയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, 1-2 ട്രാൻസാക്ഷൻ ഉണ്ടാവുള്ളൂ. From the following particulars, prepare journal and post them in ledger. എന്നിട്ട് ട്രാൻസാക്ഷൻ ചെയ്താ 5/3/2021. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. 5/3/2021 സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 2,50,000.
started business with cash rupees 2,50,000. 12/3/2021 purchased goods for 40,000. Purchased goods for 40,000. 29th sold goods for cash 35,000. Sold goods for cash 35,000. മുപ്പതാം തീയതി paid wages for rupees 10,000. Paid wages for rupees 10,000. The last one 31 paid rent for rupees 4,000. Paid rent rupees 4,000. ഇതിൽ നമ്മൾ ആദ്യം ജേണൽ എഴുതണം. എന്നിട്ട് ജേണൽ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക. ലെഡ്ജറിന്റെ ഫോർമാറ്റ് നമ്മൾ നേരത്തെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജേണൽ നേരത്തെ നന്നായിട്ട് ചെയ്തതാണ്. അതുകൊണ്ട് ഇതിലുള്ള എല്ലാ ട്രാൻസാക്ഷനും ജേണൽ ചെയ്യാൻ നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് ജസ്റ്റ് അതങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ അത് നമുക്ക് ചെയ്യാം. ആദ്യത്തെ ട്രാൻസാക്ഷൻ ഇതായിരുന്നല്ലോ, എന്താണ്? സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 2,50,000. 2,50,000 രൂപ വെച്ച് ഒരാള് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോ ഈ ഒരു കേസിൽ ജേണൽ എൻട്രി എങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചത്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. യെസ്, ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാപിറ്റൽ. അപ്പൊ എൻട്രി എഴുതാ ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാപിറ്റൽ. ജേണൽ എൻട്രിയുടെ ഫോർമാറ്റിൽ തന്നെ എഴുതണം കേട്ടോ. ജേണൽ എൻട്രി വരയ്ക്കുക. നമുക്ക് ആദ്യം ജേണലൈസ് ചെയ്യാം. ലെഡ്ജർ നമുക്ക് രണ്ടാമത്തെ സ്റ്റേജിൽ ചെയ്യാം. അപ്പൊ ജേണൽ എൻട്രി, ജേണലിന്റെ കോളം വരയ്ക്കുക. എന്നിട്ട് ഓരോ എൻട്രി നിങ്ങൾ ചെയ്യാം. ക്യാഷ് അക്കൗണ്ട് അറ്റർ 2 എന്ന് എഴുതുമ്പോൾ കുറച്ച് ഇങ്ങോട്ട് മാറ്റിയതാണ് കേട്ടോ, ഞാനത് അറേഞ്ച് ചെയ്യാൻ വിട്ടുപോയതാണ്. ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു ക്യാപിറ്റൽ 2,50,000 ആണ്. 2,50,000. ഒരു ട്രാൻസാക്ഷൻ എഴുതി കഴിഞ്ഞാൽ ഒന്ന് പറയണം കേട്ടോ. യെസ് സർ. ഓക്കെ. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ വന്നത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ 40,000. 40,000 രൂപക്ക് സാധനം വാങ്ങിച്ചു. എൻട്രി എന്തായിരിക്കും? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. പർച്ചേസ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് 40,000. എൻട്രി എഴുതുക. നരേഷനും കൂടെ എഴുതണം. ഇതന്നെയാണ് നരേഷന് കൊടുത്താൽ മതി. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ rupees 40,000. അപ്പൊ അതായിരുന്നു രണ്ടാമത്തെ എൻട്രി. അത് എഴുതി കഴിഞ്ഞാൽ നരേഷൻ കൊടുക്കുക. എന്നിട്ട് മൂന്നാമത്തെ ട്രാൻസാക്ഷനിലേക്ക് പോവാം. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 35,000. എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽ. ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു സെയിൽസ് 35,000 എഴുതി. അടുത്ത ട്രാൻസാക്ഷൻ വന്നത് പെയ്ഡ് വേജസ് ഫോർ rupees 10,000. വേജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. വേജസ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. ഓക്കെ, വേജസ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. എൻട്രി ആക്കി തന്നെ എഴുതാട്ടോ. വേജസ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. ഒരു ട്രാൻസാക്ഷൻ കൂടി ഉണ്ട്, റെന്റ് കൊടുത്തത് അല്ലെ. റെന്റ് കൊടുത്തു, പെയ്ഡ് റെന്റ്. അപ്പോ റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. റെന്റ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. അത്രയാണ് ജേണൽ എൻട്രി വരുന്നത്. അപ്പൊ ജേണൽ എൻട്രി നമുക്ക് ഇങ്ങനെ കാണാം. ഫസ്റ്റത്തത് ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു
ക്യാപിറ്റൽ. അതെത്രയായി? വെയിറ്റ്. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ 2,50,000. Purchased goods for cash, purchase account at to cash 40,000, cash account at to sales 35, wages account at to cash 10,000, then rent account at to cash 4,000. ഇങ്ങനെയാണ് നമുക്ക് ജേണൽ എൻട്രി ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവുക. ഇനി നമ്മൾ ഇതിനെങ്ങനെയാണ് നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം? ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ നോക്കേണ്ടത് ഇതിലെ ഹെഡ്സ് ആണ്. ഇതിന്റെ ഈ പേര് തന്നെ നോക്കിയാൽ മതി. അതായത് ആദ്യം കാണുന്നത് ക്യാഷ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ക്യാഷ് അക്കൗണ്ട് അങ്ങോട്ട് ഓപ്പൺ ചെയ്യാം. അതായത് നേരത്തെ കണ്ട ലെഡ്ജർ വരക്കുക, എന്നിട്ട് ക്യാഷ് അക്കൗണ്ട് എന്ന് പേര് കൊടുക്കുക. ലെഡ്ജർ വരയ്ക്കുമ്പോൾ താഴേക്ക് നീട്ടി വരക്കാതെ കുറച്ച് വരച്ചാൽ മതി. നമുക്ക് കാരണം ഇതിൽ എത്ര ട്രാൻസാക്ഷൻ ഉണ്ടോ അത്രയും നമുക്ക് വേണ്ടുള്ളൂ. ചിലപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഒന്നിന് വരുള്ളൂ, അതുകൊണ്ട് ചെറുത് വരച്ചാൽ മതി. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഉണ്ടതിൽ ക്യാപിറ്റൽ എന്നുണ്ട ഉടനെ എന്ത് ചെയ്യുക? ക്യാപിറ്റൽ അക്കൗണ്ട് തുറക്കുക. പിന്നെ നോക്കൂ പർച്ചേസ് അക്കൗണ്ട്. അപ്പോൾ വേഗം ചെയ്തിട്ട് ഒരു പർച്ചേസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, വരച്ചു വെക്കാം. പിന്നെ നോക്കൂ ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് വരയ്ക്കാൻ പോകണ്ട, എവിടെ പോയാൽ മതി? ഇവിടെ നേരത്തെ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു രീതിയിലാണ് നിങ്ങളിത് പോവേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ എൻട്രി വന്നത് ഇതായിരുന്നല്ലോ, ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ലെഡ്ജേഴ്സ് എന്ന ഹെഡിങ് കൊടുക്കുക. സൊല്യൂഷൻ കൊടുത്തോളൂ. സൊല്യൂഷൻ നമ്മൾ ജേണലിൽ നിന്ന് തുടങ്ങി. ഇനി ലെഡ്ജേഴ്സ് എന്നുള്ള ഹെഡിങ് കൊടുക്കുക. ലെഡ്ജേഴ്സ്. ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് ആണ്. ലെഡ്ജേഴ്സ് എന്ന ഹെഡിങ് കൊടുക്കുക. ലെഡ്ജേഴ്സ് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അത് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് ക്യാഷ് അക്കൗണ്ട് ആണ്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF, എമൗണ്ട്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF, എമൗണ്ട്. ഇങ്ങനെ ഇതിന് T ഷേപ്പ് എന്നാണ് പറയാ. നടുവിലൊരു വരട്ടിട്ട് അപ്പുറം ഒരേപോലെ വരുന്ന കാര്യങ്ങളാണ്. ലെഡ്ജേഴ്സ്. നമുക്ക് ഫസ്റ്റത്തെ ആ ജേണലിലേക്ക് തന്നെ പോവാം. എങ്ങനെയാണ് ജേണലിൽ പോസ്റ്റ് ചെയ്യാം? ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ കാണാൻ സാധിക്കും. അതായത് ക്യാഷ് അക്കൗണ്ട് അറ്റ് മറ്റേതിന് 2 എന്ന് കാണാം, ടു ക്യാപിറ്റൽ. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ. അപ്പൊ ഇതിനെ നമ്മൾ ജേണലിൽ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ, ഒരു മിനിറ്റ്, പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് അക്കൗണ്ട് ആണ് നമ്മൾ ഇപ്പോൾ വരച്ചു വെച്ചിട്ടുള്ളത്. അതായത് ഇവിടെ നമുക്ക് കാണാം ക്യാഷ് അക്കൗണ്ട് ആണ്. ഇതിൽ തന്നെ ഇതിന്റെ എൻട്രി നമുക്ക് വായിക്കാൻ പറ്റും. അതായത് ക്യാഷ് അക്കൗണ്ട്, ആ എൻട്രി എങ്ങനെയായിരുന്നു? ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. അപ്പൊ ക്യാഷ് അക്കൗണ്ടിൽ ടു ഷെയർ ക്യാപിറ്റൽ എന്നാണ് എഴുതേണ്ടത്. എൻട്രി ഇത് കിടക്കണു, ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇതിന് നേരെ തിരിച്ചാണ് ഇടുക. അപ്പൊ ബൈ വെച്ചിട്ടാണ് എഴുതുക. അത് അടുത്തത് എഴുതുമ്പോൾ മനസ്സിലാവും. ഇതിന്റെ എൻട്രി വരുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ തന്നെ വായിച്ചു നോക്കുക. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. ക്യാഷ് അക്കൗണ്ടിൽ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് കൊണ്ടുപോയിട്ട് എഴുതണം. ക്യാഷ് അക്കൗണ്ടിൽ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് എഴുതണം. ഓക്കെ. അപ്പൊ നിങ്ങൾ ആദ്യം അങ്ങനെ ഒന്ന് എഴുതുക. ക്യാഷ് അക്കൗണ്ട് നമ്മൾ വരച്ചു വെച്ചു, അതിൽ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് എഴുതുക. എഴുതി കഴിഞ്ഞാൽ പറയേ. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ടോ നിങ്ങൾക്ക്? പലരും മിസ്സാവുന്നു. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. ഷിജീഷ് എഴുതിയോ? ക്യാഷ് അക്കൗണ്ടിൽ ടു ഷെയർ ക്യാപിറ്റൽ. ഈ എൻട്രി തന്നെ നമുക്കത് കിട്ടും. അതായത് ജേണൽ എൻട്രിയിൽ ടു ക്യാപിറ്റൽ, ടു ഷെയർ ക്യാപിറ്റൽ. എഴുതിയാലൊന്ന് പറയണം കേട്ടോ ഷിജീഷ്. എഴുതി സർ. ആ, അപ്പോൾ ഇനി നമ്മൾ വീണ്ടും ജേണൽ എൻട്രിക്ക് തന്നെ നോക്കണം. അപ്പോൾ അവിടെ നമ്മൾ ഒരു അക്കൗണ്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. ഇനി ഒരു ടു ക്യാപിറ്റൽ എന്നിവിടെ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് എഴുതാൻ പോകുന്നത്.
അപ്പോൾ അവിടെ നമ്മൾ എഴുതേണ്ടത് ഈ ഹെഡിങ് ആണ് എഴുതുക. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാപിറ്റൽ തന്നെ എഴുതൂല. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാഷ് അക്കൗണ്ട് ആണ്. ഈ നമ്മൾ ടു എന്നിവിടെ പറയുന്നുണ്ട് എങ്കിൽ ഇത് ബൈ ആണ് ഇക്കാലം ഉണ്ടാവുക. ബൈ ഇൻ ടു ആണ് ശരിക്കും. ബൈ ക്യാഷ് ആണ്, പക്ഷെ ബൈ നമ്മളിവിടെ കാണിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ബൈ വെച്ചിട്ട് വേണം പോസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ ടു ക്യാപിറ്റൽ എന്നും ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ബൈ ക്യാഷ് എന്നും എഴുതണം. അപ്പൊ നമ്മൾ ക്യാഷ് അക്കൗണ്ട് കൂടാതെ അടുത്ത അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. അപ്പൊ അടുത്ത ലെഡ്ജർ നിങ്ങൾ വരക്കുക ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, വരക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഡേറ്റ് കൊടുക്കാം. ഡേറ്റ് എത്രയായിരുന്നു? 5/3. അഞ്ച് 3/2021 ബൈ ക്യാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ടാണ് വരിക. ടു ഇവിടെയും ബൈ അപ്പുറത്തെ സൈഡിലാണ് എഴുതാം കേട്ടോ. ബൈ ക്യാഷ് എന്നാണ് നമ്മളിവിടെ എഴുതുക. ബൈ ക്യാഷ്. എമൗണ്ട് എത്രയായിരുന്നു? 2,50,000. എഴുതി കഴിഞ്ഞോ? യെസ് സർ. ഓക്കെ, വീണ്ടും ജേണലിലേക്ക് തന്നെ വരിക. നോക്കുക, പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. അപ്പൊ നമ്മൾ ആദ്യം ഏത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം? ഏത് അക്കൗണ്ട് ആദ്യം ഓപ്പൺ ചെയ്യണം ഈ എൻട്രി കാണുമ്പോൾ? പർച്ചേസ് അക്കൗണ്ട്. ഓക്കെ, പർച്ചേസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അപ്പൊ നമ്മളോട് പർച്ചേസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അതിൽ എൻട്രി നമ്മൾ എങ്ങനെ ഇടും? നേരത്തെ എൻട്രി ഇട്ട അതേപോലെ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും എൻട്രി? പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ് അല്ലേ? പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. ടു ക്യാഷ്. ക്യാഷ് പോയി, അങ്ങനെയാണ് എൻട്രി വരുന്നത്. അപ്പോൾ ടു ക്യാഷ് എന്നിവിടെ എഴുതി. ടു ക്യാഷ്. എമൗണ്ട് എത്രയായിരുന്നു? 40,000. 40,000 ടു ക്യാഷ്. നമ്മൾ അവിടെ എഴുതി. ഇനി വീണ്ടും ജേണലിലേക്ക് വരുമ്പോൾ പിന്നെ അവിടെ എന്താണ് കാണുന്നത്? ടു ക്യാഷ് എന്നാണ്. ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ബൈ ക്യാഷ് എന്ന് എഴുതിയിരുന്നു. ഇനി നമ്മൾ ഈ ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ ഇനി എന്ത് പോയിട്ട് എഴുതും? ക്യാഷ് അക്കൗണ്ടിൽ തന്നെ എഴുതിയാൽ മതി. ക്യാഷ് അക്കൗണ്ടിൽ തന്നെ പോവാം. നമ്മൾ ഇനി അതിന് സെപ്പറേറ്റ് അക്കൗണ്ട് വേണ്ട. ക്യാഷ് അക്കൗണ്ട് എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻ, ക്യാഷ് എന്ന് കാണുന്നതെല്ലാം ക്യാഷ് അക്കൗണ്ടിൽ എഴുതണം. അപ്പോൾ എങ്ങനെ കൊണ്ടുപോയി എഴുതും? സർ, ആ 12 ആ ഡേറ്റ് കൊണ്ടുപോയിട്ട് ടു ക്യാഷ് പറഞ്ഞിട്ട് എഴുതും. അതെ, ടു ക്യാഷ് എന്ന് എഴുതാം. അത് ക്യാഷ് അക്കൗണ്ട് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. ആ ഡേറ്റ് ഏതായിരുന്നു? 12-ാം തീയതി അല്ലേ? 12/3. അതെ സർ. ഓക്കെ. അപ്പോൾ നേരെ എന്ത് ചെയ്യുക? ക്യാഷ് അക്കൗണ്ടിലേക്ക് വരിക. ക്യാഷ് അക്കൗണ്ടാണ് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്തത്. അവിടെ വന്നിട്ട് അപ്പോൾ അതായത് ഈ സൈഡിൽ വരും 12. സർ ഡൗട്ട് സാർ, ക്യാഷ് അക്കൗണ്ട് സാർ ഡൗട്ട് ഉണ്ട് സാർ.
അതായത് ക്യാഷ് അക്കൗണ്ടിൽ നമ്മള് വീണ്ടും ക്യാഷ് കൊണ്ട് എഴുതില്ലല്ലോ സാർ, അപ്പൊ പർച്ചേസ് എന്നല്ലേ എഴുതാൻ പറ്റുള്ളൂ. ക്യാഷ് അക്കൗണ്ടിൽ ക്യാഷ് എന്നല്ല. ശരി ശരി ശരി, ക്യാഷ് എന്നല്ല വരിക കേട്ടോ. ക്യാഷ് അക്കൗണ്ടിൽ വീണ്ടും ക്യാഷ് എന്ന് വരില്ല, അത് ശ്രദ്ധിക്കണം. ഓക്കെ സാർ. ക്യാഷ് അക്കൗണ്ടിൽ ഓക്കെ സാർ. ഈ സൈഡിൽ തന്നെ ടു സൈഡിൽ അല്ല സോറി ബൈ സൈഡിലാണ് വരേണ്ടത്. അത് ബൈ പർച്ചേസ് ആയിരിക്കും. എന്തായിരുന്നു? ബൈ പർച്ചേസ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ബൈ പർച്ചേസ്. ബൈ പർച്ചേസ് എമൗണ്ട് എത്രയായിരുന്നു? 40,000 അല്ലേ? $40,000. അടുത്ത ട്രാൻസാക്ഷനിലേക്ക് പോവാം. ജേണൽ നോക്കുമ്പോൾ വീണ്ടും ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു സെയിൽസ് ആണ്. ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു സെയിൽസ് സ്ക്രീന് കാണാനുണ്ടല്ലോ അല്ലെ? ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു Yes, sir. സെയിൽസ് ആണ്. അപ്പോൾ എങ്ങനെ പോസ്റ്റ് ചെയ്യും? ഒരു അക്കൗണ്ട് നമുക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട് അല്ലേ? ഇവിടെ ഇത് എപ്പോഴും ഓർക്കണം, ഇത് ടു ആണെങ്കിൽ ഇത് ബൈ ആണ്. സെയിൽ ടു സെയിൽ. ടു സെയിൽസ്. ക്യാഷ് അക്കൗണ്ടിൽ ടു സെയിൽസ് എന്ന് എഴുതാം. ക്യാഷ് അക്കൗണ്ടിൽ ടു സെയിൽസ് എന്ന് എഴുതാം. ക്യാഷ് അക്കൗണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിൽ ആ ഡേറ്റ് വെച്ചിട്ട് സെയിൽസ് എന്ന് എഴുതിയാൽ മതി. ടു സെയിൽസ് എഴുതിക്കോളൂ കേട്ടോ. ടു സെയിൽസ്. ടു സെയിൽസ്. ഡേറ്റ് എത്രയായിരുന്നു? ടു സെയിൽസ് എന്നത് 29-ാം തീയതി. ടു സെയിൽസ് ഫിഗർ വന്നത് എത്രയായിരുന്നു? 35 അല്ലേ? 35,000. അതെ. അപ്പോൾ അത് നമ്മൾ പോസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഓർക്കണം, ജസ്റ്റ് പെന്നോടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ടിക്ക് ചെയ്തിട്ട് പോകണ്ട ഏതൊക്കെ എടുത്തു എന്നുള്ളത്. ഇത് നമ്മൾ ക്യാഷ് അക്കൗണ്ടിലേക്ക് മാറ്റി എഴുതി സെയിൽസ്. ഇനി നമ്മൾ ടു സെയിൽസ് എന്ന് ഇവിടെ കാണാനുണ്ട്. സെയിൽസ് അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പുതിയ അക്കൗണ്ട് സെയിൽസിന് നമ്മൾ തുടങ്ങണം. സെയിൽസ് അക്കൗണ്ട്, പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക സെയിൽസിന്. നമ്മൾ നേരത്തെ എഴുതിയത് ഓർമ്മ വേണം. ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ ടു സെയിൽസ് എന്ന് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ജേണൽ എൻട്രി ഓർത്ത് വെച്ചാലും മതി. ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു സെയിൽസ്. ക്യാഷ് അക്കൗണ്ടിൽ ടു സെയിൽസ് എന്ന് എഴുതി. അപ്പോൾ സെയിൽസ് അക്കൗണ്ടിൽ എങ്ങനെ വരണം? ബൈ ക്യാഷ് പറഞ്ഞിട്ട് എഴുതണം സാർ. ബൈ ക്യാഷ് എന്ന് എഴുതാം. അപ്പോൾ സെയിൽസ് അക്കൗണ്ടിൽ ബൈ ക്യാഷ് എന്ന് എഴുതുക. സെയിൽസ് അക്കൗണ്ടിൽ ബൈ ക്യാഷ് എന്ന് എഴുതണം. ഈ സൈഡിലേക്ക് വരണം, ബൈ ക്യാഷ്. എമൗണ്ട് എത്രയായിരുന്നു? 35,000. 35,000. ഓക്കെ, ബൈ ക്യാഷ്. അതിൻ്റെ ഡേറ്റ് 29 അല്ലേ? 29. ഓക്കെ. അപ്പോൾ നമ്മൾ ആ ജേണൽ എൻട്രിയും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു സെയിൽസിൻ്റെ. ഇനി വേജ് ആണ്. വേജിൻ്റെ അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. സോ വി ഹാവ് ടു പ്രിപ്പയർ ദി വേജ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ വേജ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. വേജ് അക്കൗണ്ട് ഒരു ലെഡ്ജർ വരയ്ക്കാം. എൻട്രി ഇങ്ങനെ ആയിരുന്നു, വേജ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ്. അപ്പോൾ വേജ് അക്കൗണ്ടിൽ എങ്ങനെ വരും? എൻട്രി വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. വേജ് അക്കൗണ്ടിൽ ടു ക്യാഷ്. ടു ക്യാഷ്. അപ്പോൾ നേരെ പോവുക, വേജ് അക്കൗണ്ട് എടുക്കുക, വേജ് അക്കൗണ്ടിൽ ടു ക്യാഷ് എന്ന് എഴുതാം. ടു ക്യാഷ്. വേജ് എത്രയായിരുന്നു?
10,000 അല്ലേ? 10,000. 10,000 to cash. Then ക്യാഷ് അക്കൗണ്ട്, വേജും ക്യാഷും ആണ് അവിടെ പറഞ്ഞത്. ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഫസ്റ്റത്തെ അക്കൗണ്ട് തന്നെ ക്യാഷ് അക്കൗണ്ട് ആണ്. അതിൽ എന്ത് വരും? ബൈ വേജ്. ബൈ വേജസ്. ബൈ വേജസ് 10,000 ഇവിടെ വരും. ഡേറ്റ് വരുന്നത് 30-ാം തീയതി അല്ലേ ഡേറ്റ് വരുന്നത്? 30. അതെ സാർ. ഓക്കെ. അപ്പൊ നമ്മൾ ഇത്രയും ട്രാൻസാക്ഷൻ ഇപ്പൊ ചെയ്തു, വേജും ചെയ്തു. ഇനി ലാസ്റ്റ് ട്രാൻസാക്ഷൻ ആണ് റെന്റ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. എന്ത് ചെയ്യും? റെന്റ് അക്കൗണ്ട് തുടങ്ങാം. റെന്റ് അക്കൗണ്ട് ഉണ്ടാക്കാം. റെന്റ് അക്കൗണ്ട് ഉണ്ടാക്കുക. ലാസ്റ്റ് അക്കൗണ്ട് റെന്റ് അക്കൗണ്ട് ഉണ്ടാക്കി അവിടെ റെന്റ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് എന്നാണ്. അപ്പോൾ റെന്റ് അക്കൗണ്ടിൽ എന്ത് എഴുതും? ടു ക്യാഷ് തന്നെ അല്ലേ? 31 വരുന്നത് ഡേറ്റ്. 5/31 ടു ക്യാഷ്. റെന്റ് വരുന്നത് 4,000. റെന്റ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് എന്നാണ്. അപ്പൊ അത് ക്യാഷ് അക്കൗണ്ടിനെ ബാധിക്കുന്നുണ്ട്. ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? സാർ ഇനി ക്യാഷ് ബൈ വേജസ് എഴുതണം. ബൈ റെന്റ്. സോറി, ബൈ റെന്റ്. ബൈ റെന്റ്. അതെ സാർ, ബൈ റെന്റ്. ഓക്കെ. ഡേറ്റ് വരുന്നത് 31. ഓക്കെ. ബൈ റെന്റ്. ദെൻ അതിലെ ഫിഗർ വരുന്നത് 4,000. അതെ സാർ, 4,000. ഓക്കെ. അപ്പോൾ ഏകദേശം നമ്മൾ ആ പോസ്റ്റിംഗ് കഴിഞ്ഞു. ഇതിലുള്ള ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് ജേണലിൽ നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ്. എല്ലാ ട്രാൻസാക്ഷനും അവിടെ എഴുതി വെച്ചു. എന്നിട്ട് അതിനെ സെക്കൻഡ് സ്റ്റേജ് ആയ ലെഡ്ജറിലേക്ക് മാറ്റി. ഇനി നമ്മൾ ഇതിലൊരു പണി കൂടെ ചെയ്യാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതിനെ ടോട്ടൽ ചെയ്യണം. എങ്ങനെയാണ് ടോട്ടൽ ചെയ്യുക? ഇതിന് തന്നെ ഒരു പേര് കൂടി ഉണ്ട്. ഇതിന്റെ ഈ സൈഡിനെ ഡെബിറ്റ് സൈഡ് എന്നും ഇതിനെ ക്രെഡിറ്റ് സൈഡ് എന്നും പറയും. അത് വല്ലാണ്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവും, ഡെബിറ്റും ക്രെഡിറ്റ് ഒക്കെ. അത് നിങ്ങൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പഠിച്ചാൽ മതി. ദെൻ ഇവിടെ ക്യാഷ് അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം വരവും ചെലവും നമുക്ക് ക്യാഷ് പോയതൊക്കെ ഇവിടെയാണ് ബൈ എന്ന് പറഞ്ഞിട്ടാണ് കാണുക കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറയാണ്. ഇപ്പൊ നിങ്ങൾ വല്ലാണ്ട് ബോധവാനാവണ്ട അതിനെക്കുറിച്ച്. നിങ്ങൾക്ക് ഈ അറിയുന്ന പോലെ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് പോകാം. ഇതിനെ തന്നെ നമുക്ക് ഇതിനെ ടോട്ടൽ ചെയ്യണം. എങ്ങനെയാണ് ടോട്ടൽ ചെയ്യുക? 2 ഭാഗവും കൂട്ടുക. എന്നിട്ട് ഏറ്റവും കൂടിയ പോർഷൻ ഏതാണ്? ഇപ്പൊ ക്യാഷ് അക്കൗണ്ടിന് ടോട്ടൽ ചെയ്യണം. എങ്ങനെ ടോട്ടൽ ചെയ്യും? ഏറ്റവും കൂടുതൽ എവിടെയാണോ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്ത് ഇടാം. അപ്പൊ ഇതിലൊന്ന് നോക്കി നോക്കൂ, എവിടെയാണ് ടോട്ടൽ വരുന്നത്? ടോട്ടൽ അല്ല, കൂടുതൽ വരുന്നത് സാർ റൈറ്റ് സൈഡില്. ക്യാഷ് അക്കൗണ്ടിൽ റൈറ്റ് സൈഡിലാണ് വരുന്നത് അല്ലേ? സോറി, ഒരു എത്ര സെക്കൻഡ് സാർ. വരുന്നുണ്ട്? സോറി, ഇവിടെ ക്യാപിറ്റലിന്റെ എമൗണ്ട് തെറ്റിപ്പോയോ? 22 lakh. അതെ സാർ, എമൗണ്ട് എഴുതുന്നത് ഇവിടെ അല്ലേ ടോട്ടൽ കൂടുതൽ വരിക? ഓക്കെ സാർ. അതെ സാർ, റൈറ്റ് സൈഡില്. ഓക്കെ. സാർ ഒരു സെക്കൻഡ്. സാർ ഇവിടെ ലെഫ്റ്റ് സൈഡാണ് സാർ കൂടുതൽ. അതെ, ലെഫ്റ്റ് സൈഡാണ് കൂടുതൽ. അവിടെ ക്യാപിറ്റൽ വരുന്നുണ്ട് 2,50,000. അപ്പോൾ 2,50,000 കൂടെ കൂട്ടുമ്പോൾ 2,85,000 കിട്ടും അല്ലേ? 2,85,000 2,85,000 കിട്ടി.
അതേ ഫിഗറിനെ തന്നെ നിങ്ങൾ ഇവിടെയും കൂടെ എഴുതണം. ടോട്ടൽ വലിയ എമൗണ്ട് എവിടെയാണ് കിട്ടിയത് ആ സൈഡ് എടുക്കുക, എന്നിട്ട് എഴുതുക. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുക. 2,85,000. ഇതിന്റെ ബാലൻസിന് നമ്മൾ ഇവിടെയാണ് എഴുതുക. അതിനെ ബൈ ബാലൻസ് ഇവിടെയാണ് കിട്ടുന്നതെങ്കിൽ ഇതിന്റെ ഇതേ സ്വഭാവം തന്നെയാണ് വരിക. ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ബൈ ബാലൻസ് CD ക്യാരി ഡൗൺ എന്നാണ് കാണിക്കുക. ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ബാലൻസ് എടുത്ത് എഴുതിയത് എന്ന അർത്ഥത്തിൽ വിചാരിച്ചാൽ മതി. ബൈ ബാലൻസ് ഇത് രണ്ടും തമ്മിലുള്ള ബാലൻസ് എത്രയാണ് ഒന്ന് കണക്കൂട്ടി നോക്കൂ. കാൽക്കുലേറ്റർ ഉണ്ടോ കയ്യില്? ബാലൻസ് 2,79,600. ഇവിടെ എങ്ങനെ അങ്ങനെ ഒരു എമൗണ്ട് കിട്ടി? 2,85,000. ഇവിടെ 40 പിന്നെ ഒരു 10 50 അവിടെ 54,000 അല്ലേ? അത് മൈനസ് ചെയ്താൽ മതി. ഇത് റൈറ്റ് സൈഡ് 54,000 54 അല്ലേ? അത് മറ്റേ 2,80,000 അതിന് മൈനസ് ചെയ്താൽ മതി. അതെ സാർ. അപ്പൊ എത്ര വരും? പറഞ്ഞത് തെറ്റാണ്. ഓക്കെ സാർ, അത് പറയാം സാർ. 2,31,000 കിട്ടുന്നത്. ഞാൻ കണക്കൂട്ടി നോക്കിയിട്ടില്ല. അതെ സാർ, 2,31,000. 2,31,000. ഓക്കെ. ചെയ്ത പരിപാടി എന്താണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കുക. അതായത് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് ടോട്ടൽ ഒരു മാസത്തെ കണക്കിലെ ബാലൻസ് എത്ര എന്നാണ്. അതായത് വന്നതും പോയതും എത്ര എന്നാണ് നമ്മളിവിടെ കണക്കൂട്ടിയത്. അതായത് ക്യാപിറ്റൽ നമ്മൾ കൊണ്ടുവന്നത് 2,50,000, സെയിൽസിലൂടെ നമുക്ക് കിട്ടിയത് 3,35,000. അതിന്ന് നമ്മൾ കൊടുത്ത പൈസയാണ് ഈ പർച്ചേസും വേജസും റെന്റൊക്കെ കൊടുത്തത്. ഇതേപോലെ ഓരോന്നിലും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ റെന്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ അവിടെ അനലൈസ് ചെയ്യുന്നത്? ഒരു വർഷം നമ്മൾ എത്ര റെന്റ് കൊടുത്തു? 31. ഇതിപ്പോൾ ഒരു മാസം ആയതുകൊണ്ട് 1 വന്നു. ഒരു കൊല്ലത്തെ ആകുമ്പോൾ ഒരു കൊല്ലത്തെ റെന്റ് എത്ര എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എല്ലാറ്റിൻ്റെയും ഒരു അക്കൗണ്ടിങ് ബാലൻസ് നമ്മൾ നോക്കാൻ, ഒരേപോലെയുള്ള ട്രാൻസാക്ഷനുകളുടെ ഇപ്പത്തെ നിലവാരം എത്ര ചെലവായി എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ലെഡ്ജർ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റേജ് ചെയ്യാനുണ്ട്. അത് വെച്ചിട്ട്, ആ ബാലൻസ് വെച്ചിട്ട്. സോ നമുക്കിവിടെ എല്ലാ സമയത്തും നമ്മൾ ക്ലോസ് ചെയ്യില്ല. ബാലൻസ് ഇവിടെ കണ്ടെത്തി. ഇതാണ് ഇപ്പത്തെ. ഇതിപ്പോ ചിലപ്പോൾ ഡെയിലി ചെയ്യും, ചിലപ്പോൾ ഡെയിലി ചെയ്യും. അപ്പൊ ഇന്ന് വൈകുന്നേരം നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ, 1-ാം തീയതി വൈകുന്നേരം നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ക്യാഷിന്റെ ബാലൻസ് എത്ര? ക്യാഷിന്റെ ബാലൻസ് എത്ര? 2,31,000 ആണ് നമ്മുടെ കയ്യിലുള്ള. ഇതുകൂടെ കൂടിയോ? ഓക്കെ, 2,31,000 ആണ് നമ്മുടെ കയ്യിലുള്ള ബാലൻസ്. അപ്പോൾ അത് ബാലൻസ് ക്യാരി ഡൗൺ ആക്കിയിട്ട് നമ്മൾ അവിടെ വെക്കും. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് അവിടെ ക്ലോസ് ആണ്. അതായത് നിങ്ങളിവിടെ 2 ഡബിൾ ലൈൻ ഇട്ടിട്ട് ക്ലോസ് ചെയ്യണം. ഇന്നത്തെ കണക്ക് ക്ലോസ് ആയി, അവിടെ ഡബിൾ ലൈൻ ഇട്ടിട്ട് ക്ലോസ് ചെയ്യാം. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു പണി കൂടി ഉണ്ട്. നിങ്ങൾ ഷോപ്പ് അടച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു പണി കൂടി ഉണ്ട്. നാളെ ഇത് വെച്ചിട്ട് വീണ്ടും തുടങ്ങണ്ടേ? ഒന്നുകിൽ നാളെ വരുമ്പോൾ ചെയ്താൽ മതി. അതായത് ഇന്നലെ 31-ാം തീയതി ആയിരുന്നു നമ്മൾ ക്ലോസ് ചെയ്തത്. അതിനെ അടുത്ത ഡേറ്റിലേക്ക് നമ്മൾ മാറ്റി എഴുതണം. അതായത് 31-ാം തീയതി കഴിഞ്ഞു, പിന്നെ
1-ാം തീയതി എന്നുള്ളൊരു ഡേറ്റ് കൊടുക്കുക. 1-ാം തീയതി നമ്മൾ വന്നിട്ട് ഷോപ്പ് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുമ്പം 1-5 1-5 അല്ല 1-6 ആയിട്ടുണ്ടാവും. 5-ാം തീയതിയാണ് തുടങ്ങുന്നത്. നമ്മൾ 1-3 ഇട്ടിരുന്നത് അല്ലേ? 3 ആണെങ്കിൽ 1-4 വരും. ഡേറ്റ് വ്യത്യാസം ഉണ്ടാവട്ടെ, ഞാനൊരു മാറി എഴുതിയതാണ്. അപ്പോൾ അടുത്ത മാസത്തിലെ 1-ാം തീയതി എങ്ങനെയാണ് നമ്മൾ അതിന്റെ ബാലൻസ് കാണിക്കുക? ബാലൻസ് ബ്രോഡ് ഡൗൺ, ക്യാരി ഡൗൺ എന്നതിന് പകരം നമ്മൾ ബ്രോഡ് ഡൗൺ, അതായത് ബാലൻസ് നമ്മൾ താഴേക്ക് കൊണ്ടുവന്നു എന്നർത്ഥം പറയും. ഇവിടെ വന്ന 2,31,000 നേരെ ഇറക്കിയത് 2,31,000 ഇറക്കി എഴുതി. 2,31,000. ഇനി ഇത് വെച്ചിട്ടാണ് ഇനി വരാൻ പോകുന്ന മാസത്തെ ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്തു പോവാം. ഇതൊക്കെ 3 ആയിരുന്നു. മനസ്സിലായോ ഞാൻ പറഞ്ഞത് ശിജീഷ്? യെസ് സർ. ഓക്കെ. ഇതേപോലെ ഓരോ അക്കൗണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എത്ര കിട്ടും? ബാലൻസ് ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കൂ. ഇവിടെ മാത്രം ഫിഗർ ഉള്ളൂ, എമൗണ്ട് ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? അവിടെ ക്ലോസ് ചെയ്താൽ മതി. അവിടെ 25,000 ആണ്. 2,50,000 അല്ലേ? 2,50,000 ആണ്. ഇവിടെ ഫിഗർ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ബാലൻസ് ചെയ്യും പോലെ തന്നെ കാണിക്കണം. $2,50,000. ഇതിനെ നമ്മൾ എങ്ങനെ ബാലൻസ് ചെയ്യും? ഇവിടെ ബാലൻസ് ചെയ്യാൻ ഇവിടെ കുറക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാം? ഇതേ എമൗണ്ട് നമ്മൾ ബാലൻസ് ആക്കിയിട്ട് എഴുതും. 2,50,000. അതിന് നമ്മൾ എന്ത് പേര് കൊടുക്കും? ബാലൻസ്. നേരത്തെ നമ്മൾ ബൈ ബാലൻസ് ക്യാരി ഡൗൺ കൊടുത്ത പോലെ ഇവിടെ നമ്മൾ ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് കൊടുക്കും. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് ആണ് ഈ കാണിക്കുന്നത്. എത്ര ബാലൻസ് കാണിക്കുന്നുണ്ട്? അത് ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത്. ടു ബാലൻസ് ക്യാരി ഡൗൺ. ടു ബാലൻസ് ക്യാരി ഡൗൺ. ബാലൻസ് ക്യാരി ഡൗൺ. അപ്പോൾ ഇത് നമ്മൾ ക്ലോസ് ചെയ്തു. ഡബിൾ ലൈൻ വെച്ചിട്ട് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇത് ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനെ ബ്രോഡ് ഡൗൺ ചെയ്ത് എഴുതണം അടുത്ത ഡേറ്റിലേക്ക്, അടുത്ത മാസം. നമ്മൾ പുതിയ മാസം തുടങ്ങുകയാണ്. അത് 1/4/2021 ആണ്. അപ്പൊ ഇവിടെ ഡെബിറ്റ് ബാലൻസ് വരുമ്പോൾ അത് താഴത്തെ എഴുതുമ്പോൾ നേരെ ഓപ്പോസിറ്റിലേക്ക് പോവാം. അപ്പൊ നമുക്കത് നേരെ ഇങ്ങോട്ട് വരാം. ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ. ക്യാരി ഡൗണും ഉണ്ട്, ബ്രോഡ് ഡൗണും ഉണ്ട്. BD എന്നിട്ടാൽ മതി. ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ. എമൗണ്ട് വരുന്നത് 2,50,000 തന്നെ.
ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ സാർ. ഓക്കെ, അതേപോലെ ബാക്കി അക്കൗണ്ടുകളും ബാലൻസ് ചെയ്തോളൂ കേട്ടോ. സ്വന്തമായിട്ട് അങ്ങനെ ബാലൻസ് ചെയ്ത് പോയിക്കോളൂ. ഞാനും ചെയ്യുന്നുണ്ട്. ഓക്കെ സാർ. ചെയ്തോളൂ. ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ.
ഷിജീഷ് കഴിഞ്ഞ പറയണേ. ഇപ്പൊ എഴുതിയ റെന്റ് അക്കൗണ്ടിലെ ഡേറ്റ് ഇല്ലേ സാറേ, 31/3 സാർ മുകളില്. 31/3. ഓക്കെ ഓക്കെ സാർ, അപ്പോൾ കഴിഞ്ഞു സാർ. എൻട്രി എല്ലാം പോസ്റ്റ് ചെയ്തില്ലേ? ഓക്കെ ഓക്കെ പോസ്റ്റ് ഓക്കെ. ചെയ്തു സാർ. ഇങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ഇതിൽ സംശയമൊന്നുമില്ലല്ലോ, സിമ്പിൾ അല്ലേ പോസ്റ്റ് ചെയ്യാൻ? ഓക്കെ, സിമ്പിൾ അല്ലേ? സിമ്പിൾ സാർ. ഇനി ഒരു കാര്യം ചെയ്യേണ്ടത്, ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി വെച്ചോളൂ. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ സെൽഫായിട്ടൊന്ന് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു വലിയ ക്വസ്റ്റ്യൻ ഞാൻ തരും. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇത്ര ഉള്ളൂ, ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഞാൻ ഇനി തരാൻ പോകുന്നത് ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഒരുപാട് ജേർണൽ എൻട്രി ഉണ്ട്. അപ്പം അതിൽ സംശയം വരികയാണെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. ഞാൻ ഗ്രൂപ്പിൽ ഉണ്ടാവും, ആക്റ്റീവ് ആയിരിക്കും. ഇപ്പൊ ചെയ്യേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. ഞാൻ വായിച്ചു തരാം, എഴുതിക്കോളൂ. ഞാൻ വായിക്കാം, എഴുതിക്കോളൂ കേട്ടോ. ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. ഇതിന്റെ ആൻസർ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കണ്ട. From the following data, prepare journal and post them in ledger accounts. Prepare journal and post them in ledger accounts. 1/3/2021 started business with capital 5 lakh. 5 ലക്ഷം കൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. എട്ടാം തീയതി പർച്ചേസ്ഡ് മെഷീനറി 3,40,000. 9-ന് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 2 lakh അല്ല 2 lakh. 10-ാം തീയതി പെയ്ഡ് റെന്റ് 3,000. 21-ാം തീയതി പെയ്ഡ് സാലറി 42,000. ഇതൊരു ചെറിയ പ്രോബ്ലം ആണ്. ഇത് ജേണൽ ചെയ്യുക, ലെഡ്ജർ ചെയ്യുക. ആ ക്വസ്റ്റ്യൻ അവിടെ എഴുതി വെച്ചോളൂ. ഇനി ഞാൻ തരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ബുക്കിന്റെ ബാക്കിൽ എഴുതി വെച്ചാൽ മതി. കാരണം ഇത് കഴിഞ്ഞിട്ട് അത് ചെയ്താൽ മതി കേട്ടോ. കാരണം ഇനി എന്തെങ്കിലും പോസ്റ്റിങ്ങിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി ഞാൻ പറയുന്ന പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ തറോ ആയിരിക്കും. അത് അത്രയും വലിയൊരു പ്രോബ്ലമാണ്. അപ്പൊ അങ്ങനെ അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ ഇത് എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞു സാർ. ഓക്കെ, ഞാൻ പുറത്തുനിന്നൊരു ക്വസ്റ്റ്യൻ തരാം. ഇതൊന്ന് എഴുതി വെക്കൂ കേട്ടോ. ഞാൻ വായിക്കാം, എഴുതിക്കോളൂ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ കാണൂല. നിങ്ങൾ ആൻസർ ചെയ്തിട്ട് ഗ്രൂപ്പിലൊന്ന് അയക്കണം. എന്നിട്ട് നമുക്ക് നാളെ ഇതിന്റെ ബാക്കി എടുക്കാം. ജേണൽ ലെഡ്ജർ എന്നുള്ള ചാപ്റ്റർ ഇന്നത്തോടെ തീരാണ്. ഇതോടെ തീരും. ഇത്രേ ഉള്ളൂ. ജേണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ, പോസ്റ്റ് ദം ഇൻ ടു ലെഡ്ജർ ആൻഡ് ബാലൻസ് ദി അക്കൗണ്ട്സ്. ജേണലൈസ് ചെയ്യണം, അത് ലെഡ്ജർക്ക് മാറ്റണം, അതിന്റെ ബാലൻസ് ചെയ്യണം. ട്രാൻസാക്ഷൻ 2018 മാർച്ച് 1-ാം തീയതി. 1 എന്ന് പറഞ്ഞാൽ 1-ാം തീയതിയാണ് കേട്ടോ. അശോക് കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് 1,20,000. അശോക് കമൻസ്ഡ് ബിസിനസ് വിത്ത് 1,20,000. Purchased furniture for cash 24,000. Purchased goods from Vijay. Cash ആണോ ക്രെഡിറ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം വിജയ് 36,000. 3 സോൾഡ് ഗുഡ്സ് 4,800. സോൾഡ് ഗുഡ്സ് 4,800.
പെയ്ഡ് റെന്റ് 3000. സോൾഡ് ഗുഡ്സ് ടു അരുൺ 9000. അരുൺ റിട്ടേൺഡ് ഗുഡ്സ്, ഇതിൻ്റെയൊക്കെ എൻട്രി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ അതൊക്കെ പോയി ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. സംശയം വരുമ്പം മുന്നുള്ളതൊക്കെ മറിച്ച് നോക്കുക. അരുൺ റിട്ടേൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എൻട്രി. ബോട്ട് ഗുഡ്സ് ഫ്രം ദിനേശ്, റിട്ടേൺഡ് ഗുഡ്സ് ടു ദിനേശ്, പെയ്ഡ് അഡ്വർടൈസിങ്. ഒന്നും കൂടെ ഞാൻ കാണിക്കാം. അതിൽ ക്രെഡിറ്റ് സെയിലൊക്കെ ഉണ്ടോന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഇത് ജേണൽ ചെയ്തിട്ട് ഒന്ന് ഗ്രൂപ്പിലിടണം. BBAന്റെ ഗ്രൂപ്പിലിട്ടാൽ മതി കേട്ടോ, മെയിൻ ഗ്രൂപ്പിലിടണ്ട, BBAന്റെ ഗ്രൂപ്പിൽ ചെയ്യാം. ഞാൻ ഈ ക്വസ്റ്റ്യനും കൂടെ ആയിരിക്കും ഒന്ന് ഫോർവേഡ് ചെയ്തിടാം. ഈ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്തായാലും ഒന്ന് ചെയ്യണം. അപ്പോൾ അതിൽ കുറേ എന്താ പറയുക, കുറച്ച് ക്രെഡിറ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ കൺഫ്യൂഷൻ നമുക്ക് ക്ലിയർ ചെയ്യും. എഴുതിയെടുത്തോ സുജീഷ? യെസ് സർ. അപ്പോൾ ലെഡ്ജറിൽ ക്രിയേറ്റ് ചെയ്യുന്നതിൽ പ്രോബ്ലം ചെയ്യുന്നില്ല കേട്ടോ. ലെഡ്ജർ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഈ ഒരു പ്രോബ്ലം കൂടെ നല്ല രീതിയിൽ ചെയ്യാം. ഓക്കെ സർ. ആൻസർ ആയി. ഓക്കെ, താങ്ക് യു. ഓക്കെ സർ, ചെയ്തിട്ട് ഓക്കെ.